This video is sponsored by Moat. വലംകൈയ്യൻ ബാറ്റ്സ്മാനും വലംകൈയ്യൻ ഓഫ് ബ്രേക്ക് ബൗളറുമാണ് അദ്ദേഹം. തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ദിനേശ് കാർത്തിക് 1985 ജൂൺ 1 ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ജനിച്ചത്. അച്ഛൻ ജോലി ചെയ്തിരുന്ന കുവൈറ്റിലാണ് കുട്ടിക്കാലത്തിന്റെ 2 വർഷം ചിലവഴിച്ചത്. ഡൽഹി പബ്ലിക് സ്കൂളിന് കീഴിലുള്ള ഫഹാഹിൽ അൽവദാനി ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിൽ നിന്നായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ ജോലി തിരഞ്ഞെടുത്ത പിതാവിൽ നിന്നാണ് അദ്ദേഹത്തിന് തന്റെ ആദ്യ ക്രിക്കറ്റ് പാഠം ലഭിച്ചത്. ദിനേശ് കാർത്തിക് തന്റെ പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം യൂത്ത് ടീമുകളിൽ കളിച്ചു, പിന്നീട് 1999 14 വയസ്സിന് താഴെയുള്ളവർക്കായി കളിച്ചു. അടുത്ത വർഷം അണ്ടർ 19 തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം ഫസ്റ്റ് ക്ലാസിൽ അരങ്ങേറ്റം കുറിച്ചു. കാർത്തിക് 2003-04 രഞ്ജി ട്രോഫി ടീമിന്റെ ഭാഗമായി അദ്ദേഹം അത്ഭുതകരമായി കളിച്ചു. ഫൈനലിൽ 1 സെമിഫൈനലിലും 2 സെഞ്ചുറികൾ നേടി. 2004 അണ്ടർ -19 ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള സെലക്ഷനിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തെ സഹായിച്ചു. 2008-09, 2009-10 സീസണുകളിൽ തമിഴ്നാട് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നയിച്ച മികച്ച പ്രകടനങ്ങൾ. 2008 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. തുടർന്ന് 2011 $9 മില്യൺ കിങ്സ് 11 പഞ്ചാബ് അദ്ദേഹത്തെ സ്വന്തമാക്കി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഗുജറാത്ത് ലയൺസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടങ്ങി നിരവധി IPL ഫ്രാഞ്ചൈസികൾക്കായി അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുണ്ട്. 2004 കാർത്തിക് തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാത്തതിനാൽ 2007 വരെ ടീമിനായി കളിക്കാനായില്ല. മറ്റു കളിക്കാരുടെ മോശം പ്രകടനങ്ങൾ കാരണം അദ്ദേഹത്തിന് ഓപ്പണറായി അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നില്ല, അവൻ ടീമിന് അകത്തും പുറത്തും പോയിക്കൊണ്ടിരുന്നു. അതേ വർഷം ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഉദ്ഘാടന ICC വേൾഡ് T20യിലേക്കും 2013 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 നിദാഹാസ് ട്രോഫി ഫൈനൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട നിമിഷമാണ്. അവസാന പന്തിൽ സിക്സറടിച്ച് ഇന്ത്യയെ പരമ്പര സ്വന്തമാക്കാൻ സഹായിച്ചു. ദിനേശ് കാർത്തിക് തന്റെ ബാല്യകാല സുഹൃത്തായ നികിത വഞ്ചരയെ 2007 മെയ് 2 വിവാഹം കഴിച്ചെങ്കിലും നികിത മുരളി വിജയുമായുള്ള ബന്ധം ആരോപിച്ച് വിവാഹം നീണ്ടുനിന്നില്ല. 2015 ഓഗസ്റ്റ് 18 സ്ക്വാഷ് താരം ദീപിക പള്ളിക്കലിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. 2008 ഇരുവരും ഒരു മാരത്തണിൽ കണ്ടുമുട്ടി. 2013 വീണ്ടും കണ്ടുമുട്ടിയതോടെ അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിൽ വളർന്നു. BCCI സ്വയം രജിസ്റ്റർ ചെയ്ത 590 കളിക്കാരുടെ അന്തിമ പട്ടിക പ്രഖ്യാപിച്ചു. വരാനിരിക്കുന്ന IPL 2022 മെഗാ ലേലത്തിനായി ജോഫ്ര ആർച്ചർ ആ പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ്. കളിക്കാരിൽ 228 ക്യാപ്ഡ് കളിക്കാരും 355 അൺക്യാപ്ഡ് കളിക്കാരും 7 പേർ അസോസിയേറ്റ് നേഷൻസിലുള്ളവരുമാണ്. കൂടാതെ 590 കളിക്കാരിൽ 370 പേർ ഇന്ത്യക്കാരാണ്. ദിനേശ് കാർത്തിക് നെറ്റ്വർത്ത്, ജീവചരിത്രം, പ്രായം, ഭാര്യ, ഉയരം, ഭാരം കൂടാതെ നിരവധി വിശദാംശങ്ങൾ ഈ പേജിൽ നിന്ന് പരിശോധിക്കാവുന്നതാണ്. ദിനേശ് കാർത്തിക്കിന്റെ ആസ്തി $11 മില്യൺ, 80 കോടി രൂപ. ഇന്ത്യയിൽ ക്രിക്കറ്റ് അന്ധമായി പിന്തുടരുന്നു. കളിയിലും കളിക്കാരിലും ആരാധകർക്ക് ഭ്രാന്താണ്. ഇന്ത്യൻ ടീമിലെ അത്തരത്തിലുള്ള ഒരു താരമാണ് ക്രിക്കറ്റ് താരം ദിനേശ് കാർത്തിക്. സമീപകാലത്ത് ഇന്ത്യ നേടിയ വലിയ വിജയങ്ങൾക്ക് പിന്നിൽ ദിനേശാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരനെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന് അദ്ദേഹം ഓർമ്മിക്കപ്പെടുകയും ആരാധകരും സുഹൃത്തുക്കളും എഡിഗെ എന്നും വിളിക്കുകയും ചെയ്യുന്നു. ഒരു കളിക്കാരനെന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വലംകൈയ്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. 35 വയസ്സുള്ള ദിനേശ് കാർത്തിക്കിന് വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേൽ സ്റ്റംപിന് പിന്നിൽ മോശമായി പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ടീം ഇന്ത്യയിലേക്ക് വന്നത്. 2004 സെപ്റ്റംബർ 5 ലോർഡ്സ് ഗ്രൗണ്ടിൽ ഇന്ത്യയ്ക്കായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ആദ്യ മത്സരത്തിൽ തന്നെ മൈക്കൽ വോണിനെ ഒരു കൈകൊണ്ട് ഉജ്ജ്വലമായി സ്റ്റംപ് ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കങ്കാരു ടീമിനെതിരെ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തി. എന്നാൽ ആദ്യ 10 ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു. അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ സാധിച്ചു.